കാലമായിട്ട്, അതായത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈം തൊട്ട് കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ മേക്കപ്പിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരുപാടുണ്ടല്ലോ, അതായത് ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ കോമ്പിനേഷൻ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു മോയ്സ്ചറൈസറാണ്. അടുത്തൊരു സ്റ്റെപ്പാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇത്രയും റേറ്റുള്ള സാധനമാകുമ്പോൾ നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ഇത് മസ്റ്റായിട്ട് വാങ്ങി വെക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ 500 രൂപയിൽ താഴെയുള്ള അടിപൊളി പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പം ഇതിനേക്കാൾ അടിപൊളി കുറച്ചുകൂടി റേറ്റ് കൊടുത്താൽ നമുക്ക് വേറെ കുറേ ബ്രാൻഡിൽ നിന്ന് കിട്ടും. അടുത്തത് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരു ഐലൈനർ അല്ലേ. ഞാൻ ഒട്ടും എക്സ്പെക്ടേഷൻ വെക്കാതെ വാങ്ങിയൊരു പ്രൊഡക്റ്റാണ് കേട്ടത്. പക്ഷെ ഇത്രയും അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഏതൊരു മേക്കപ്പ് വീഡിയോ എടുത്താലും ഒഴിവാക്കാത്ത ഒരു സാധനമാണ്. നമ്മൾ മെയിൻ ആളെ മറന്നുപോയി അല്ലേ, ലിപ്സ്റ്റിക്. 500 രൂപയിൽ താഴെയിൽ ഒരു മേക്കപ്പ് ഫിക്സർ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ മേക്കപ്പ് ഇടാൻ മാത്രം പഠിച്ചാൽ പോരാ, അതെങ്ങനെ വൃത്തിയായിട്ട് റിമൂവ് ചെയ്യാമെന്നും കൂടെ നമ്മൾ പഠിക്കണം. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ കഴിഞ്ഞൊരു വ്ളോഗ് അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു. അത് 1.4K, അത് വിത്തിൻ 2 days അത് 1.4K ആൾക്കാർ കണ്ടു. ഈ ഒരു ലോങ് വീഡിയോ ഇത്രയും പെട്ടെന്ന് ഇത്രയും വ്യൂസ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പിന്നെ അതുപോലെ വ്യൂസിനേക്കാൾ അപ്പുറം ഇത് കണ്ടിട്ട് കുറേ പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത്രയും വ്യൂസ് കിട്ടി എന്നൊക്കെ പറയാൻ വേണ്ടിയല്ല, പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു ഡേ അത്രയും ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിസൾട്ടാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ആൾക്കാർ ഇങ്ങനെ അത് സ്വീകരിക്കുന്നോ അല്ലെങ്കിൽ എന്നെ വിളിച്ച് ഇങ്ങനെ പറയുന്നൊന്നും ഒട്ടും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം അതിലൊരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകളാണെങ്കിൽ അറിയാൻ മതിയാവും, ഞാൻ എൻ്റെ ഒരു സെൽഫിഷ് തോട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. കാരണം എൻ്റെ കുറച്ച് നല്ല, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കുറച്ച് നല്ല മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്ത ഒരു വീഡിയോ ആക്കി ഫ്യൂച്ചറിൽ കാണാലോ എന്നുള്ള ഒറ്റ പ്ലാനിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇപ്പം എന്താ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്രയും സപ്പോർട്ടും സ്നേഹവും തരുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ഉപകാരപ്പെട്ട വീഡിയോ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ് എന്നൊരു തോന്നൽ എനിക്ക് വരികയാണ്. അപ്പം ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ സൗണ്ട് ചെറുതായിട്ട് പോയിരിക്കുകയാണ്. ചെറുതായിട്ടല്ല, കുറച്ച് വലുതായിട്ട് തന്നെ പോയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുകയാണ്. അപ്പം ഒന്നും തോന്നരുത്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കുറേ കാലമായിട്ട്, അതായത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈം തൊട്ട് കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. കുറേ പേര് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലക്ഷങ്ങളും കോടികളൊന്നും വിചാരിക്കരുത്, ഒരു 10-15 പേര് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചെയ്യുമോ എന്ന് ചോദിച്ച്, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് 500 രൂപയിൽ താഴെ വരുന്ന നല്ല മേക്കപ്പ് പ്രൊഡക്ട്സ്, ഒരു നമുക്ക് എന്താ പറയുക, ഒരു കല്യാണത്തിനോ എന്തെങ്കിലും പരിപാടികൾക്ക് നമുക്ക് തന്നെ മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന, എന്താ പറയുക, വില കൂടിയതല്ലാത്ത, നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന, നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന നല്ല കുറച്ച് പ്രൊഡക്ട്സ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ എന്തൊരു ഫംഗ്ഷൻ വന്നാൽ എല്ലാത്തിനും നമുക്കൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റുന്നവരുണ്ടാവാം, അല്ല ഒരു സാധാരണക്കാരന് അത് പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് വെച്ച് എങ്ങനെ വൃത്തിയിൽ നമുക്കൊന്ന് ഒരുങ്ങിപ്പോവാം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് എങ്ങനെ പോവാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്ന് ഈ വീഡിയോ കാണാം. അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോ പോയി കണ്ടോളൂ. അപ്പം നമുക്ക് തുടങ്ങാം. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതിങ്ങനെ സ്റ്റെപ്പായി പഠിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ ഞാനും ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഈ പറഞ്ഞ ഈ മേക്കപ്പിനും എന്തൊക്കെയോ അപാകതകളുണ്ട്. പക്ഷേ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് നല്ലത് തരാൻ വേണ്ടി ഞാൻ ഇനിയും പഠിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്കും മേക്കപ്പിനെ പറ്റി വലിയ ഐഡിയകളൊന്നും ഇല്ലെങ്കിൽ എൻ്റെ കൂടെ ചേർന്നോളൂ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നമ്മൾ മേക്കപ്പിലോട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാത്തിൻ്റെയും ബേസ് വൃത്തിയാവുക എന്നുള്ളതാണ്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സ്കിന്ന് ഏത് ടൈപ്പാണ്, എന്തൊക്കെ പ്രൊഡക്ട്സ് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യണം, അതൊക്കെ നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. അപ്പം അതിനെപ്പറ്റി ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞെന്നാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. അതിന് ഞാനൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മളെ സ്കിൻ ടൈപ്പ് എന്താണ്, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ.
അതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ലെങ്ത് അങ്ങ് കൂടും. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ അത് കേൾക്കാനല്ലല്ലോ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പറയേണ്ടത് 500 രൂപയിൽ താഴെയുള്ള കുറച്ച് നല്ല പ്രൊഡക്ട്സ്, അത് വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒന്ന് സുന്ദരിയാവാം. പിന്നെ ഞാനിതിൻ്റെ ഒരു ഡെമോ ഒന്നും കാണിക്കുന്നില്ല. ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന മേക്കപ്പ് എന്തൊക്കെ വെച്ചിട്ടാണ് ചെയ്തതെന്നാണ് പറഞ്ഞു തരുന്നത്. ഡെമോ കാണിക്കാനാണെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരണം. എങ്ങനെയാണ് ഓരോ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ഓരോന്ന് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ ഞാനെല്ലാം കൈകൊണ്ടാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കൈ വിരൽ ഈ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. അത് പഠിച്ച് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി നല്ലൊരു അറിവ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഒരു ഡെമോ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പം ഇപ്പം ഞാൻ ഓരോ പ്രൊഡക്റ്റ്സായിട്ട് കാണിക്കാനാണ് കേട്ടോ. അപ്പം നമ്മുടെ മേക്കപ്പിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. കാരണം ഇപ്പം ഭയങ്കര ചൂടാണ്. അപ്പം മസ്റ്റായിട്ട് നിങ്ങളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്നത് സൺ ഹോട്ട് ഗോൾഡ് എന്ന് പറയുന്ന ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇത് തന്നെ വാങ്ങണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഫേസിന് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ള ഒരു സൺസ്ക്രീനാണിത്. അതായത് ഈ സ്കിൻ ടൈപ്പ് തന്നെ ഒരുപാടുണ്ടല്ലോ. അതായത് ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, അങ്ങനെ പലതും. അപ്പം അതിൽ എൻ്റെ സ്കിന്ന് വരുന്നത് കോമ്പിനേഷൻ സ്കിന്നാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ അറിയില്ലായിരുന്നു. ഞാൻ ഓയിലി ആണ് എൻ്റേതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് പറ്റുന്ന കുറേ പ്രൊഡക്ട്സ് വാങ്ങി യൂസ് ചെയ്ത് എൻ്റെ ഫേസിൽ ഫുൾ കുരുവും പ്രശ്നങ്ങളുമായി. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഫേസ് ഭയങ്കര ഡ്രൈ ആണെന്ന്. അങ്ങനെ അങ്ങനത്തെ കുറേ പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് അതും പണി കിട്ടി. പിന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒരു ഡോക്ടർ കണ്ട്, ഡോക്ടറാണ് നമ്മൾ ബാംഗ്ലൂരിലുള്ളപ്പോഴാണ് പോയത്. അപ്പം അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്കിൻ ക്ലിനിക്കിലാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു തന്നു, നിൻ്റെ സ്കിന്ന് ഇതാണ്, ഇതിന് പറ്റിയ പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്താൽ മതിയെന്ന്. അതിനുശേഷമാണ് കുറച്ചെങ്കിലും എനിക്കൊരു ആശ്വാസം ഉണ്ടായത്. അതുപോലെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയാൻ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകണമെന്നൊന്നുമില്ല. യൂട്യൂബിൽ കുറേ മെത്തേഡുകളുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു മോയ്സ്ചറൈസറാണ്. നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിലുള്ള മോയ്സ്ചറൈസർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. കാരണം അതിന് കുറച്ച് റിവ്യൂസൊക്കെ കണ്ടു. ചില സ്കിൻ ടൈപ്പിന് പല അലർജികളും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പം എനിക്കത് കുഴപ്പമില്ല. അപ്പം ഞാൻ വെറുതെ അത് കാണിച്ച് തന്നിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം വരണ്ട. അപ്പം കുറേ മോയ്സ്ചറൈസർ ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മേടിക്കാം. അത് 500 രൂപയിൽ താഴെയുള്ള ഒരുപാട് മോയ്സ്ചറൈസറുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. അടുത്തൊരു സ്റ്റെപ്പാണ് എല്ലാവർക്കും അറിയേണ്ടത്. നമ്മുടെ ഫേസിലുള്ള കുത്തും കോമകളൊക്കെ എങ്ങനെ ഒന്ന് ഹൈഡ് ചെയ്യാം അല്ലേ? അപ്പോഴാണല്ലോ നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ആയിട്ട് കിടക്കുക, എല്ലാം വൃത്തിയിലൊന്ന് ഹൈഡ് ചെയ്താൽ. എൻ്റെ ഫേസിലാണെങ്കിൽ എന്താണെന്ന് അറിയില്ല, പീരീഡ്സ് ആവുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഫേസിൽ കുറേ കുരുക്കൾ ഇങ്ങനെ വരാൻ തുടങ്ങും. എനിക്കാണെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തൊട്ട് കളിച്ച് അവിടെ ഒരു പാടാക്കണം. അത് നിർബന്ധമാണ്. അപ്പം അങ്ങനെ ആക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ചിന്തിക്കുക, ദൈവമേ ഇതെങ്ങനെ ഒന്ന് ഹൈഡ് ചെയ്യുമെന്ന്. അങ്ങനെ കുറേ റിസർച്ച് നടത്തി കിട്ടിയ ഒരു സാധനമാണ്. ദൈവമേ എവിടെ പോയി? ഇതാണ് കേട്ടോ നമ്മുടെ ആള്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ പാക്കറ്റിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മെയ്ബെലീൻ്റെ ഒരു ഇറേസറാണ്. ഇതാണ് നമ്മുടെ മെയ്ബെലീൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് ഇറേസർ എന്ന് പറയുന്നത്. ഇതിന് റേറ്റ് എനിക്ക് തോന്നുന്നു 799 നൈക്കയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഓഫറിന് ഇത് എനിക്ക് കിട്ടിയത് 499 രൂപയ്ക്കാണ്. അപ്പം ഓഫറുള്ളപ്പോൾ വാങ്ങിയാൽ മതി. അപ്പം 500 രൂപ താഴെയായില്ലേ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഷെയ്ഡ് തന്നെ വാങ്ങണം. ഞാൻ യൂസ് ചെയ്യുന്നത് ഷെയ്ഡ് 144 ആണ്. ഞാനിതെങ്ങനെയാണ് വാങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ കറക്റ്റ് ഷെയ്ഡ് കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ പേര് വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങുന്നതാണ് ഒരു കണക്കിന് നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറിൽ പോയിട്ട് നേരിട്ട് വാങ്ങാം. നിങ്ങൾക്ക് നോക്കി അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പക്ഷെ ഞാൻ വാങ്ങിയത് ഇങ്ങനെ ഓൺലൈനിൽ നോക്കി ഏതായിരിക്കും അവർ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ ഓരോ സ്കിന്നിന് ഏതാണെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു ഏകദേശം വെച്ച് വാങ്ങി. പക്ഷെ എനിക്ക് കറക്റ്റ് ആയിരുന്നു. ഇത്രയും റേറ്റുള്ള സാധനമാകുമ്പോൾ നമ്മുടെ ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അപ്പം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എവിടേക്കാണോ പാടുകളൊക്കെ ഉള്ളത് അവിടെ മാത്രം ഇങ്ങനെ ഒന്ന് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം. അതൊക്കെ നിങ്ങളെ കഴിവാണ്. അപ്പം അങ്ങനെ വൃത്തിയിൽ ചെയ്ത് കൊടുക്കുക. അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ അത് മാത്രം ഇട്ട് നമുക്ക് പുറത്ത് പോകാനും പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്ന് കാണാതിരിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ സാധനം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ
അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓഫറിന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതാ ഇൻസൈറ്റിൻ്റെ ഈ ഒരു കൺസീലർ പാലറ്റ്. ഇതിലെല്ലാം ഉണ്ട്, കറക്റ്റർ ഉണ്ട്, കോണ്ടോർ ഉണ്ട്, കൺസീൽ ചെയ്യാനുണ്ട്. അപ്പം എല്ലാം കൂടെ ഉള്ളൊരു ഒരു പാലറ്റാണിത്. അപ്പം ഇതിലാണെങ്കിൽ കണ്ടോ എല്ലാ കളേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുമല്ലോ നിങ്ങളെ സ്കിന്നിന് ഏതാണെന്നുള്ളത്, നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അപ്പം ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇയാളെ കണ്ടു കിട്ടുന്നത് വരെ ഞാൻ യൂസ് ചെയ്തിരുന്ന പ്രൊഡക്റ്റ് ഇത് തന്നെയാണ്. ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഈ 2 കളേഴ്സ് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്നാലായിരുന്നു എൻ്റെ സ്കിന്നിൽ ആ പാടുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത്, ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കാണാതാവുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കൂ. ഞാനിതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്ട്സ് ഒക്കെ നേരിട്ട് ഫേസിലോട്ട് അങ്ങ് അപ്ലൈ ചെയ്യാതെ കയ്യിലോ കാലിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങളെ ഫേസിലോട്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ എന്നെ കുറ്റം പറഞ്ഞു വരരുത്, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഈ പാടുകളൊക്കെ നമ്മളൊന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളത്ര വൃത്തിയിലല്ല ചെയ്തത് അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ഉള്ള സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്യാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനാണ് മേബിലിൻ്റെ ഫിറ്റ് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷൻ. ഇത് എൻ്റെ ഷെയ്ഡ് വരുന്നത് 2 to 8 ആണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഷെയ്ഡാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളെ കറക്റ്റ് ഷെയ്ഡ് ഏതാണെന്ന് നിങ്ങൾ നോക്കി വാങ്ങുക. അതിലാണ് എല്ലാം ഇരിക്കുന്നത്. ഡാർക്ക് ആയിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, കുറച്ചുകൂടി ലൈറ്റായി പോയാലും പ്രശ്നമാണ്. അപ്പം നിങ്ങൾ സ്കിന്നിന് കറക്റ്റ് മാച്ച് ആവുന്ന രീതിയിലുള്ളത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്തെടുക്കണം. ഇയാൾ എൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ 6-7 വർഷമായിട്ടുണ്ടാവും. അത്ര എനിക്ക് എന്താ പറയുക, പെട്ടെന്നൊരു സ്ഥലത്ത് പോകണമെങ്കിൽ വേറെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല, നേരമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വേഗം അപ്ലൈ ചെയ്ത് പോകുന്നത് ഇതാണ്. ഈ ഒരു ഫൗണ്ടേഷൻ എടുത്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കണ്ണ് എഴുതി കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെ സ്കിന്നിൽ വേറെ കുരുവോ പാടുകളോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോവാം. ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്. അതുപോലെ കുറേ പേരുടെ റിവ്യൂ കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് ഓർഡർ ചെയ്ത ഒരു കൺസീലറാണ് കേട്ടോ ഇത്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ചിലപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ വാങ്ങിയത് ഷെയ്ഡ് 36 ആണ്. എനിക്കറിയില്ല ഇനി ഇത് തന്നെയാണോ എൻ്റെ കറക്റ്റ് ഷെയ്ഡെന്ന് എനിക്കറിയില്ല. കുറച്ച് ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂട്ടോ. ഇത് ആരെങ്കിലും ഓൾറെഡി വാങ്ങിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലോ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂട്ടോ, നല്ലതാണോ അല്ലേ എന്നുള്ളത് എനിക്കൊന്നും അറിയാലോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു കോമ്പാക്ട് പൗഡറാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫേസസ് കാനഡയുടെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഞാൻ ഈ ഒരു കോമ്പാക്ട് പൗഡർ വാങ്ങിയിട്ട് ഒരാഴ്ച തികഞ്ഞിട്ടില്ല. അപ്പോഴേക്കും എൻ്റെ ചെറുതാ 2 കഷ്ണമാണ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കയ്യിലെടുക്കുന്നു, ഒറ്റയേറ് 2 കഷ്ണം, പരിപാടി കഴിഞ്ഞു. പക്ഷെ നമുക്കിത് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം യൂസ് പോലും ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതേപടി അങ്ങ് എടുത്ത് വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതായി നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല, കുറേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മേക്കപ്പ് ഇടുന്ന സമയത്തൊക്കെ ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് മസ്റ്റായിട്ട് വാങ്ങി വെക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഈ ഒരു കോമ്പാക്ട് പൗഡർ ഇടുമ്പോഴാണ് ഒരു ഫിനിഷിങ് ആവുന്ന പോലെ എനിക്ക് തോന്നാറുള്ളത്. ഇനി നമുക്ക് കണ്ണിലേക്ക് കടന്നാലോ. സാധാരണ ഇപ്പൊക്കെ ആദ്യം കണ്ണ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫേസിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് തൽക്കാലം അതൊന്നും നോക്കണ്ട. അപ്പോൾ നമ്മുടെ കണ്ണ് ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു ഐ ഷാഡോ ആണ്. ഈ ഐ ഷാഡോ പാലറ്റ് എന്ന് പറയുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ അൾട്ടിമേറ്റ് ഷാഡോ പാലറ്റ് ആണ്. ഇതിപ്പോൾ 500 രൂപയിൽ താഴെയുള്ള അടിപൊളി പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇതിനേക്കാൾ അടിപൊളി കുറച്ചുകൂടി റേറ്റ് കൊടുത്താൽ നമുക്ക് വേറെ കുറേ ബ്രാൻഡിൽ നിന്ന് കിട്ടും. ഇത് ഒരുപാട് റിവ്യൂസ് ഉള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിൽ ഞാനിത് ഈ ഇത്രയും കളേഴ്സാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇതിൽ ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാനുണ്ട്, പക്ഷെ ഞാൻ എടുത്തത് ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്തോളൂ. അടുത്തതായിട്ട് നമുക്കൊന്ന് കണ്ണെഴുതാം. ഓക്കെ, അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കാജലാണ് ഈ മേബിലിൻ്റെ കൊളോസൽ കാജൽ. ഇതെല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന ഒന്നാണ്. അപ്പം ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി വർണ്ണിക്കുന്നില്ല, അത് ബോറായിപ്പോൾ. റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാജൽ ഇതാണ് കേട്ടോ. ഹിമാലയൻ്റെ ഈ ഒരു കാജലാണ് ഞാൻ ഡെയിലി കണ്ണിൽ എഴുതുന്നത്, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കണ്ണിന്ന് പോവാതെ എവിടെയും പരക്കാതൊക്കെ ഇരിക്കണമല്ലോ, അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. മറ്റേത് കുറച്ച് പ്രശ്നക്കാരനാണ്. വീട്ടിലിരിക്കുമ്പോൾ ഒക്കെ ഇടാം, അല്ലാത്ത സമയത്ത് ഇടുന്നത് ഇച്ചിരി പേടിക്കണം, കാരണം അവിടെ ഇവിടെ
ഒക്കെ ആളാക്കി തരും. അടുത്തത് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരു ഐലൈനർ അല്ലേ? ഇതാ പുതിയ സാധനം ഞാൻ വാങ്ങി വെച്ചതാണ്. ഇതൊന്ന് ഉപയോഗിച്ച് തീർന്നു പോയി. അപ്പം ഞാൻ അടുത്തത് വാങ്ങിയതാണ്. അടിപൊളി സാധനമാണ് കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. കുറേ നിങ്ങൾക്ക് റിവ്യൂസ് തന്നെ കണ്ടാൽ മനസ്സിലാവും. അടിപൊളി പ്രൊഡക്റ്റാണ്, വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ ഒക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ മസ്കാരക്കുട്ടൻ. ഞാൻ ഒട്ടും എക്സ്പെക്ടേഷൻ വെക്കാതെ വാങ്ങിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അത്. പക്ഷെ ഇത്രയും അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ, അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ ചുമ്മാ തള്ളി മറക്കല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതിനും അടിപൊളി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും എപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഒരു ഫിൽറ്റർ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒറിജിനലായിട്ട് എങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുള്ള രൂപം എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫിൽറ്റർ ഒന്നും ഇടാതെയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മേക്കപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏതൊരു മേക്കപ്പ് വീഡിയോ എടുത്ത് നോക്കിയാലും അവർ സ്കിപ്പ് ചെയ്യാത്ത ഒരു സ്റ്റെപ്പാണ് ബ്ലഷ് ഇടുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് 500 രൂപയിൽ താഴെയുള്ള ഒരു ബെസ്റ്റ് സാധനം ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഇത് ഇൻസൈറ്റിൻ്റെ ആണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത പോലെ തോന്നി. ഇങ്ങനെയാണ് അവസ്ഥ. ഞാൻ അത്ര യൂസ് ചെയ്യാറില്ല. ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് ബ്ലഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് അധികമായിപ്പോയെന്ന് തോന്നുന്നു. എന്തായാലും ഇതാണ് അവസ്ഥ. അത്യാവശ്യം നല്ലതാണ്. വലിയ ഇപ്പം നല്ലതൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് അധികം റേറ്റ് കൊടുക്കണം. അപ്പം അതൊന്നും വേണ്ട. നമുക്കൊരു സാധാരണ ഒരു സെറ്റപ്പ് മതിയെങ്കിൽ ഇത് മതി എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇതിനെപ്പറ്റി ഞാൻ വാദോരാതെ ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ ആകെ 1-2 പ്രാവശ്യമാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്കിതിനോട് വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ അത്ര യൂസ് ചെയ്യാറില്ല. അപ്പം യൂസ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെ. നമ്മൾ മെയിൻ ആളെ മറന്നുപോയി അല്ലേ, ലിപ്സ്റ്റിക്ക്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. എന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടെ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിൽ ഒരുപാടുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഇട്ടുകൊണ്ട് പോകുന്നൊരു ലിപ്സ്റ്റിക്ക് ഇത് തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇടയിൽ നമ്മുടെ ഐബ്രോ സെറ്റ് ചെയ്യാനും കോണ്ടോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും എനിക്ക് ആയിട്ടില്ല. അപ്പം അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഏകദേശം അല്ല, കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ മേക്കപ്പ് കുറച്ച് സമയം അങ്ങനെ അങ്ങ് കിടക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അതിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഒരു മേക്കപ്പ് ഫിക്സർ. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി കുറേ റിവ്യൂസ് നിങ്ങൾക്ക് കാണാം. 500 രൂപയിൽ താഴെയിൽ ഒരു മേക്കപ്പ് ഫിക്സർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ്. ഒരു മേക്കപ്പ് ചെയ്യാനുള്ള എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. അതായത് 500 രൂപയിൽ താഴെയുള്ള എല്ലാ നല്ല പ്രൊഡക്ട്സും നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഒരു സാധനം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മൾ മേക്കപ്പ് ഇടാൻ മാത്രം പഠിച്ചാൽ പോരാ, അതെങ്ങനെ വൃത്തിയായിട്ട് റിമൂവ് ചെയ്യാമെന്നും കൂടെ നമ്മൾ പഠിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അതായത് ഗാർണിയറിൻ്റെ ക്ലെൻസിങ് വാട്ടറാണിത്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ വൃത്തിയായിട്ട് ഈ മേക്കപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ടെൻഷനും കാര്യമൊന്നും വേണ്ട. നിങ്ങൾ മേക്കപ്പ് ഇട്ട് ഏതൊരു ഫംഗ്ഷന് പോയിട്ട് എത്ര ലേറ്റ് ആയിട്ട് വരികയാണെങ്കിലും അത് റിമൂവ് ചെയ്യാതെ കിടക്കരുത്. അത് റിമൂവ് ചെയ്യാതെ കിടക്കുമ്പോഴാണ് നമ്മളെ ഫേസിന് പല പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പം ഞാനും ഈ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകളാണ് ഇതൊക്കെ. ഇപ്പം ഞാനും മനസ്സിലാക്കി ഓരോന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫേസ് ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ കാണുന്ന പോലെ എത്ര ക്ലിയറൊന്നുമല്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്ന കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കി എടുത്തതാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മേക്കപ്പ് ഇട്ടതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഞാൻ കുറച്ച് എന്താ പറയുക, അയ്യോ എൻ്റെ ഫേസ് അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് ഇത്ര കോൺഫിഡൻസ് വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം മേക്കപ്പ് ഇടുന്നത് ഒരു തെറ്റല്ല. നിങ്ങൾക്കതൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. നാട്ടുകാർ പലതും പറയും, പൊട്ടിയിടുന്നു, അതാണ് ഇതാണ്, അങ്ങനെ പലതും പറയും. നിങ്ങൾ മൈൻഡാക്കണ്ട. ഇതൊരു കലയാണ്. ഇത് വൃത്തിക്കിടുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് അല്ലേ? ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫേസ് ഒന്ന് ഭംഗിയാക്കി എടുക്കുന്നത്. അപ്പം അത് ചെയ്യാൻ പറ്റാത്തവർക്കുള്ള ചില വിഷമങ്ങളൊക്കെ അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ടാവുക. പിന്നെ കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് മേക്കപ്പ് ഒന്നും ഇടാതെ, അല്ലെങ്കിൽ അതൊന്നും ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനുഷ്യന്മാർ എല്ലാവരും വ്യത്യസ്തരാണ്.
ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ ഇഷ്ടങ്ങളെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, അല്ലേ? നമ്മളിപ്പോൾ ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും അതിനൊരു നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബോധം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യുക്തിപൂർവ്വം നമ്മൾ മനസ്സിലാക്കി ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്തത്. ആകെ വരുന്ന 4-5 കമൻസിൽ കുറച്ച് കമൻസ് കണ്ടു, ഗിവ് അവേ നടത്തൂ ചേച്ചി, അടുത്തൊരു ഗിവ് അവേ എപ്പോഴാന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി ഇതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല എങ്ങനെയാണ് ഇത് കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. എനിക്കും ആഗ്രഹമുണ്ട് ഒരു ഗിവ് അവേ ചെയ്യണം എന്നുള്ളത്. അപ്പം നോക്കട്ടെ. അതുപോലെ ഞാനൊക്കെ ഒരു ഗിവ് അവേ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ ആകെ എനിക്ക് ചെയ്തു തരേണ്ടത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, പറ്റുകയാണെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യൂ, പറ്റുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.